മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി വീണ്ടും പിരിവ് തുടങ്ങുന്ന യൂത്ത് കോൺഗ്രസിനോട് ദുരന്ത ബാധിതർക്ക് ചോദിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട്. ഒരു വർഷത്തിനിടയിൽ അവർക്ക് വീട് നൽകാൻ സ്ഥലം വാങ്ങി വീട് പണി തുടങ്ങിയ സർക്കാർ വീട് പൂർത്തിയാക്കുകയും കൈമാറുകയും ചെയ്ത ഒട്ടനവധി സംഘടനകൾ എല്ലാം വയനാട്ടിൽ അവർക്ക് മുന്നിലുണ്ട്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞ വീടെവിടെ? അവർക്ക് മാത്രം സ്ഥലം ലഭിക്കാതെ പോയതെന്തേ എന്ന ചോദ്യങ്ങളാണ് ഇവരിൽ നിന്ന് ഉയരുന്നത്. വയനാട്ടിൽ ഒട്ടനവധി സംഘടനകൾ സ്ഥലം വാങ്ങി വീടുകൾ പണിത് ദുരന്തബാധിതർക്ക് കൈമാറിക്കഴിഞ്ഞു. അതിൽ ചിലത് കാണാം. വയനാട്ടിൽ ദുരന്തബാധിതർക്കായി സർക്കാരും ഒരുപാട് സന്നദ്ധ സംഘടനകളും വീടുകൾ പണിത് നൽകുന്നുണ്ട്. ഇവർക്കാർക്കും വയനാട്ടിൽ സ്ഥലത്തിന് ക്ഷാമമൊന്നും ഉണ്ടായിട്ടില്ല. ഫിലോകാലിയ ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകിയ 13 വീടുകൾക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ആളുകൾ താമസം തുടങ്ങിയിട്ട് മാസങ്ങളായി. നമുക്ക് ഇവരുടെ തന്നെ അനുഭവങ്ങൾ പങ്കിടാം. ചേട്ടാ, ഇവിടെ വയനാട് ഭയങ്കര സ്ഥലത്തിന് ക്ഷാമമാണെന്നാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പൈസ പിരിച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് ചൂരൽമല ദുരന്ത ബാധിതർക്ക് സ്ഥലം വീടും നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്ഥലം കിട്ടാനില്ല എന്നാണ് പറയുന്നത്. എന്താ പറയാനുള്ളത്? ഈ നാട്ടിൽ അത്യാവശ്യം കുറേ സ്ഥലം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു 13ഓളം വീടുകളുണ്ട്. അത് ഒരു വ്യക്തി സ്ഥലം കൊടുത്തതാണ്. ഇവിടെ സ്ഥലം കിട്ടാൻ ഒരു പഞ്ഞവുമില്ല. മരക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തും കുറച്ച് സ്ഥലം ഒരു വ്യക്തി നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ സ്ഥലം കിട്ടാണ്ട്. ഇത് ചുമ്മാ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് ചുമ്മാ പറഞ്ഞ് പരത്തുന്നതാണ്. സ്ഥലം കിട്ടും ഇവിടെ. നമ്മൾ ചുരമലുള്ള ആൾ തന്നെയാണ്, സ്കൂൾ റോഡിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വീട് തന്നത് ഫിലോകാലിയ ഫൗണ്ടേഷൻ. ഇപ്പോൾ താക്കോൽദാനം കഴിഞ്ഞ ഡിസംബറിലാണ്. അപ്പോൾ മക്കൾ അവിടെ പഠിക്കുന്ന കാരണം കൊണ്ട് ഇങ്ങോട്ടേക്ക് ഈ ജൂൺ മാസമാണ് ഇങ്ങോട്ട് മാറിയത്. ജൂൺ മാസം 3-ാം തീയതി സ്കൂൾ തുറക്കുന്ന ആ സമയത്താണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ കഷ്ടിച്ച് ഒരു മാസമായി ഇവിടെ വന്നിട്ട്. ഇവിടെ എത്ര വീടുകളുണ്ട്? ഇവിടെ നിലവിൽ 13 വീടാണ്. ഒരു ഓഫീസും ബാക്കി 12 വീടുകളും. AAWK സ്വന്തമായി സ്ഥലമെടുത്ത് നിർമ്മിച്ച വീടുകളിൽ താമസമാക്കിയിട്ടും മാസങ്ങളായി. ഇവിടെ താമസിക്കുന്നവരോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, എപ്പോഴാണ് ഇവിടെ താമസം തുടങ്ങിയത്? ഞങ്ങൾ കഴിഞ്ഞ മാസം 8-ാം തീയതി അവിടെ താമസം തുടങ്ങി. ഒരു മാസമായി. ഇന്നേക്ക് ഒരു മാസമായി. എത്ര വീടുകൾ? 6 വീടുണ്ട്. 6 കുടുംബത്തിനാണ്. അതിലൊരു കുടുംബം കൂടി വരാണ്ട് 5 കുടുംബം ഇപ്പോൾ ഇവിടെ നിലവിൽ താമസം തുടങ്ങി. ബാധിച്ച ആളുകളാണ്. ചൂരമല മുണ്ടക്കൈയിലെ പ്രദേശത്തെ ആളുകളാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ വാങ്ങിയ 64 ഹെക്ടർ ഭൂമിയിൽ വീടുകൾ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ചൂരൽമലയിൽ വന്ന് പറഞ്ഞത്, പിന്നെ ഞങ്ങൾ ഈ ദുരന്തമുഖത്തുള്ളവർക്ക് ആദ്യം ഞങ്ങൾ 25 വീട് പണിത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം അതിനെക്കുറിച്ച് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്ഥിരമായിട്ട് ഇവർ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പറയുന്നത് തീർത്തും തെറ്റാണ്. അതായത് സർക്കാർ ഭൂമി എടുത്തു കൊടുക്കുക, എന്നിട്ട് യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കുക. അതെന്തായാലും എന്താ പറയുക, ഒരു തെറ്റായ പ്രവണതയാണെന്നാണ് പറയാനുള്ളത്. സർക്കാർ ഭൂമി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കാർ ഇപ്പോൾ ഉരുൾപൊട്ടിയ ആളുകൾക്ക് മുഴുവനായിട്ട് ഇവിടെ ഭൂമി എടുക്കലും മറ്റേ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വീട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറയേണ്ടത് അവർ പൈസ പിരിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അവരിതുവരെ ഇവിടെ വീട് കൊടുക്കാമെന്ന് സംരക്ഷണം ചെയ്തെങ്കിലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്, അതായത് ദുരന്തം നടന്നിട്ട് 8 മാസം കഴിഞ്ഞിട്ടും 9 മാസം കഴിഞ്ഞിട്ടും യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 30 വീട് ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചത്. പക്ഷേ ഒരു വീടിൻ്റെ പോലും തറപ്പണിയോ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളോ ഏർപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. വയനാട് നിന്നും ക്യാമറമാൻ KP അനീഷിനൊപ്പം PV ജോഷില.